നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണ്. നമസ്കാരത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിക്കുന്നവരാണ്. എന്നാൽ ചില പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. ഇൻഷാ അല്ലാഹ് അത്തരത്തിലുള്ള അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു പ്രാർത്ഥന നമ്മൾ നമസ്കാരത്തിൽ നിർവഹിക്കുമ്പോൾ നമുക്ക് അല്ലാഹു സമ്പത്ത് നൽകും, നമുക്ക് അല്ലാഹു ആരോഗ്യം നൽകും, നമുക്ക് ദുനിയാവിൽ വേണ്ടതൊക്കെ നൽകും, നമുക്ക് ആഖിറവും അല്ലാഹു എളുപ്പമാക്കി തരും. വളരെയധികം ആഴമേറിയ അർത്ഥമുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിൽ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയാണ്. എങ്ങനെയാണ് അത് ചൊല്ലേണ്ടത്, അത് ചൊല്ലുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എവിടേക്കാണ് നമ്മൾ നോക്കേണ്ടത്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വളരെ വിശാലമായി നമ്മൾ ചുരുക്കി സംസാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും റാഹത്തും ഇസ്സത്തും നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമസ്കാരം എന്നുള്ളത്. ഇസ്ലാം കാര്യം 5ആണ്. 1 ഷഹാദത്താണ്, 2 നമസ്കാരമാണ്, 3 നോമ്പാണ്, 4 സക്കാത്താണ്, 5 ഹജ്ജാണ്. ഇങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കർമ്മങ്ങളെ 5ആയിട്ട് വിഭജിക്കുമ്പോൾ, 5ആയിട്ട് എണ്ണുമ്പോൾ, ഷഹാദത്ത് എന്നുള്ളത് ഒരു ഇസ്ലാം കാര്യത്തിൽ എണ്ണിയെങ്കിലും അത് ഒരു വിശ്വാസപരമായ വിഷയമാണ്. എന്നാൽ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് അങ്ങനെയല്ല. അത് കർമ്മമാണ്. കർമ്മപരമായ വിഷയങ്ങളിൽ 1ാം സ്ഥാനം നൽകിയിരിക്കുന്നത്, 1ാമതായി എണ്ണിയിരിക്കുന്നത് നമസ്കാരമാണ്. നമസ്കാരം എല്ലാവർക്കും നിർബന്ധമാണ്. നോമ്പ് എല്ലാവർക്കും നിർബന്ധമാകൂല, ഇളവുകളുണ്ട്. സക്കാത്ത് എല്ലാവർക്കും നിർബന്ധമാകൂല, ഹജ്ജ് എല്ലാവർക്കും നിർബന്ധമാകുന്നില്ല. എന്നാൽ ബുദ്ധിയുണ്ടോ നമസ്കരിക്കണം. നിന്ന് നമസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ, കിടന്നിട്ട് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ, കഴിയുന്നത് പോലെ നമസ്കരിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു കർമ്മമാണ് നമസ്കാരം എന്നുള്ളത്. വളരെ മഹത്വമാണ് നമസ്കാരത്തിന്റെ വിഷയം. അസ്സലാത്തു മുനാജാത്തു ലില്ലാഹി തആല. നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ഒരു സംഭാഷണമാണ്. നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ, അഭിസംബോധന ചെയ്യുന്നത് പോലെ, അഭിമുഖം നടത്തുന്നത് പോലെയുള്ള അല്ലാഹുവുമായി നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരമാണ് നമസ്കാരം. നമസ്കാരത്തിലെ അത്തഹിയാത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പറയാണ്. ഈ ഒരു വാക്ക് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇസ്രായിന്റെ യാത്രയിൽ, മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവിനെ കാണാൻ വേണ്ടി പോയപ്പോൾ 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ ചെന്ന് നിന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാ. അതേ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നമസ്കാരത്തിലൂടെ ഉയരുകയാണ്. ഒരു മിഅ്റാജാണ്. അള്ളാഹുവിലേക്ക് നാം കടന്നു ചെല്ലുകയാണ്. തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ തന്നെ ബാക്കിയുള്ളതൊക്കെ ഹറാമായി. പിന്നെ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള. ആകാശഭൂമികളെ പടച്ച അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ മുഖത്ത് മുന്നിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഘട്ടം ഘട്ടമായി അള്ളാഹുവിലേക്ക് എടുത്ത് സുജൂദിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് 2 സുജൂദ് കഴിഞ്ഞ് അത്തഹിയാത്തിലേക്ക് ഇരിക്കുമ്പോൾ നമ്മൾ അല്ലാഹുവോട് പറയുകയാണ്, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാ. അപ്പൊ നമസ്കാരം എന്നുള്ളത് ഒരു മുനാജാത്താണ്, ഒരു സംഭാഷണമാണ്. അങ്ങനെയുള്ള അത്ഭുതകരമായ നമസ്കാരം, ആ നമസ്കാരത്തിന്റെ ഓരോ പ്രാർത്ഥനകളും അത്ഭുതമാണ്, അനുഗ്രഹീതമാണ്. നമ്മൾ പലപ്പോഴും നമസ്കാരത്തിൽ പല ദിക്റുകൾ ചൊല്ലാറുണ്ട്, പല പ്രാർത്ഥനകൾ നിർവഹിക്കാറുണ്ട്.
എന്നാൽ ആ പ്രാർത്ഥനയുടെ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ ശ്രേഷ്ഠതകൾ, അതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ദുആ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമസ്കാരത്തെക്കുറിച്ച് ചില വിഷയങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ മഹത്തായ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമസ്കാരത്തിലെ അത്ഭുതകരമായൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ദോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യും. നമ്മുടെ ന്യൂനതകളൊക്കെ അള്ളാഹു പരിഹരിക്കും. നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ നിലവാരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിത്തരും. നമുക്ക് വേണ്ട സമ്പത്തും മറ്റ് എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു ചെയ്തു തരും. അള്ളാഹു നമ്മുടെ ആരോഗ്യം നിലനിർത്തി തരും. ഇങ്ങനെയുള്ള വിശാലമായ തേട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തുന്ന അത്ഭുതകരമായൊരു പ്രാർത്ഥന. നമസ്കാരത്തിന്റെ 2 സുജൂദിന്റെ ഇടയിലാണ് നമ്മൾ ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത്. നമുക്കറിയാം, നമസ്കാരം നിർവഹിക്കുമ്പോൾ ശുദ്ധി ഉണ്ടായിരിക്കണം, കിബിലക്ക് മുന്നിട്ടായിരിക്കണം. നമസ്കാരത്തിന്റെ ഓരോ ചലനങ്ങളിലും, ഓരോ റുക്കിനുകളിലും, ഓരോ ഫിഅലുകളിലും നമ്മൾ നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥാനത്തേക്കായിരിക്കണം, കിബിലയിലേക്ക് മുന്നിട്ടായിരിക്കണം. നമസ്കാരത്തിന്റെ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും നാം സുജൂദിലേക്കാണ് നോക്കുക. അങ്ങനെ നാം സുജൂദിലേക്ക് നോക്കിയിട്ട് നമ്മൾ ചൊല്ലുന്ന നമുക്കൊക്കെ അറിയുന്ന അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ് റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്നുള്ളത്. വളരെ വിശാലമാണ് അതിന്റെ അർത്ഥം. റബ്ബി ഗഫിർലി, എന്റെ പാപങ്ങൾ നീ പൊറുക്കണേ. ചെറുതും വലുതും, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മൾ ചെയ്തു പോയ സകലമാന പാപങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. റബ്ബി ഗഫിർലി എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ അതോടെ പൊറുക്കപ്പെടുകയാണ്. വർഹംനി, അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ അനുഗ്രഹിക്കണേ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിന്റെ കാരുണ്യം വേണം, അള്ളാഹുവിന്റെ കൃപ വേണം, അള്ളാഹുവിന്റെ ഔദാര്യം വേണം, അള്ളാഹുവിന്റെ നോട്ടം വേണം. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ നമുക്ക് ദുനിയാവിലോ ആഖിറത്തിലോ വിജയിക്കാൻ കഴിയൂല. അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുമ്പോൾ. അടുത്തതായി നമ്മൾ പറയുന്നത് വജ്ബുർനി, അള്ളാഹുവെ പരിഹരിക്കണേ എന്നുള്ളതാണ്. ന്യൂനതകൾ എമ്പാടും ചെയ്തു പോയ അടിമയാണ്. അള്ളാഹുവേ, എൻ്റെ കുറവുകൾ, എൻ്റെ ന്യൂനതകൾ, എൻ്റെ പോരായ്മകൾ, എൻ്റെ അപാകതകൾ നീ പരിഹരിക്കണേ എന്നാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത്. 4-മതായി നമ്മൾ പറയുന്നത് വർഫഅനി, എൻ്റെ ദറജയെ നീ ഉയർത്തണേ എന്നുള്ളതാണ്. എൻ്റെ സ്റ്റാറ്റസ് നീ ഉയർത്തണേ എന്നുള്ളതാണ്. എൻ്റെ അവസ്ഥയെ നീ ഉയർത്തണേ എന്നുള്ളതാണ്. സാമ്പത്തികമായ അവസ്ഥ, ശാരീരികമായ അവസ്ഥ, ദീനിയായ അവസ്ഥ, ഇബാദത്തിന്റെ വിഷയത്തിലുള്ള അവസ്ഥ, മറ്റു എല്ലാ വിഷയത്തിലുമുള്ള എൻ്റെ നിലവാരം നീ ഉയർത്തണേ എന്നാണ് അതിൻ്റെ അർത്ഥം. എത്ര വിശാലമായ അർത്ഥമാണ്. അതുപോലെ അടുത്തതായി നമ്മൾ ചോദിക്കുന്നത് വർസുഖ്നി, എനിക്ക് റിസ്ക് നൽകണേ എന്നാണ്. എന്താണ് റിസ്ക് എന്ന് പറഞ്ഞാൽ മാ യഹ്താജു ഇലൈഹി, റിസ്ക്കിന് ഭക്ഷണം എന്ന് പറയാമെങ്കിലും യഥാർത്ഥത്തിൽ റിസ്ക്കിന് നമ്മുടെ ഉലമാക്കൾ വിശദീകരണം നൽകിയത് മാ യഹ്താജു ഇലൈഹി എന്നാണ്. നമുക്ക് ആവശ്യമുള്ള ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തിലേക്കൊക്കെ ആവശ്യമുണ്ടോ അതിനൊക്കെ റിസ്ക് എന്ന് വിളിക്കാം. സമ്പത്തിലേക്ക് ആവശ്യമുണ്ട്, റിസ്ക് എന്ന് വിളിക്കാം. വാഹനത്തിലേക്ക് ആവശ്യമുണ്ട്, റിസ്ക് എന്ന് വിളിക്കാം. ഭക്ഷണത്തിലേക്ക് ആവശ്യമുണ്ട്, അതിന് റിസ്ക് എന്ന് വിളിക്കാം. ജോലിയിലേക്ക് ആവശ്യമുണ്ട്, ജോലിക്ക് റിസ്ക് എന്ന് വിളിക്കാം. നമുക്ക് ആവശ്യമുള്ളതിനൊക്കെ റിസ്ക് എന്ന് വിളിക്കാം. അങ്ങനെയുള്ള റിസ്ക് നൽകണേ അല്ലാ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സാമ്പത്തികമായ ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ ആ ഒരു പ്രാർത്ഥനയിലൂടെ അള്ളാഹു നമുക്ക് നൽകും. വഹ്ദിനി, എനിക്ക് നീ നേരായ മാർഗത്തെ നീ തുറന്നു നൽകണേ. വഴിപിഴച്ചു പോകാൻ ഏറെ സാധ്യതയുള്ള കാലഘട്ടമാണ്. ദീനിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അല്ലാഹുവേ, എന്നെ വഴിപിഴപ്പിക്കരുത്, എന്നെ നീ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തണേ. എനിക്ക് നീ ഈമാൻ നൽകി ആ ഈമാനോടെ ജീവിച്ച് അതേ ഈമാനോടെ മരിക്കാനുള്ള വഴി നീ എനിക്ക് തുറന്നു നൽകണേ എന്നൊക്കെ അർത്ഥം വരുന്ന വഹ്ദിനി, എന്നെ സന്മാർഗത്തിലാക്കണേ എന്ന് നമ്മൾ ഈ ഒരു പ്രാർത്ഥനയിലൂടെ ചോദിക്കുകയാണ്. ആഫിനി, എനിക്ക് ആഫിയത്ത് നൽകണേ. എനിക്ക് അല്ലാഹുവേ നീ നൽകിയ ആരോഗ്യം നിലനിർത്തണം. ആരോഗ്യം നഷ്ടപ്പെട്ട് ആ ആരോഗ്യത്തിന്റെ സ്ഥാനത്ത് രോഗം ബദലായി വരുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അല്ലാഹുവേ, നീ എനിക്ക്
ആരോഗ്യം നിലനിർത്തി തരണം. എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവവും മരണം വരെ ആരോഗ്യമുള്ളതാകണം എന്ന് അല്ലാഹുവോട് നമ്മൾ ചോദിക്കുകയാണ്. എത്ര വിശാലമായ പ്രാർത്ഥനയാണ്. നമ്മൾ നമസ്കാരത്തിന് നിൽക്കും, രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് ഇരുന്ന് റബ്ബി ഗഫ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വഅഫിനി. അല്ലാഹു അക്ബർ. നമ്മൾ ഇതിന്റെ അർത്ഥം ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ഈ പ്രാർത്ഥനയുടെ ആഴം ഉൾക്കൊള്ളുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് നമസ്കാരം കൊണ്ട് നമുക്ക് ഫലം കിട്ടുക? പിന്നെ എങ്ങനെയാണ് നമ്മുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുക? നമസ്കാരത്തിലൂടെ അതിന്റെ ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുക കുറച്ചൊക്കെ ആത്മാർത്ഥതയോടെ, കുറച്ചൊക്കെ അർത്ഥം ചിന്തിച്ചുകൊണ്ട്, നമ്മുടെ കൽബ് അള്ളാഹുവിലേക്ക് തുറന്നു വെച്ചുകൊണ്ട്, അള്ളാഹുവോട് നേരിട്ട് സംഭാഷണം നടത്തുകയാണെന്നുള്ള ചിന്തയോടെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുമ്പോൾ, ഈ ഒരു പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്ന നേട്ടങ്ങൾ വലുതാണ്. അതുകൊണ്ട് ചിന്തിക്കുക, അർത്ഥം മനസ്സിലാക്കുക. റബ്ബി ഗഫ്ഫിർലി, അള്ളാഹു എനിക്ക് പൊറുക്കണേ, വർഹംനി എനിക്ക് കരുണ ചെയ്യണേ, വജ്ബുർനി എൻ്റെ കാര്യങ്ങളെ നീ പരിഹരിക്കണേ, വർഫഅനി എന്നെ നീ ഉയർത്തണേ, വർസുഖ്നി എനിക്ക് റിസ്ക് നൽകണേ, വഹ്ദിനി എന്നെ സന്മാർഗത്തിലാക്കണേ, വആഫിനി എൻ്റെ രോഗങ്ങളെ നീ മാപ്പാക്കണേ, എൻ്റെ രോഗങ്ങളെ നീ ശിഫയാക്കണേ, ആഫിയത്ത് നിലനിർത്തി തരണേ എന്നർത്ഥം വരുന്ന അത്ഭുതകരമായ പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഖൽബ് അല്ലാഹുവിലേക്ക് തുറന്നു വെച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ ദുആ ചെയ്യാനും അതിന്റെ ഫലം നേടിയെടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം അല്ലാഹുവോടുള്ള മുനാജാത്താണ്. മുനാജാത്ത് പോലെ നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.